അല്ലേ അമ്മയുടെ അല്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഭയങ്കര വിശപ്പിലായിരുന്നു. അപ്പൊ ഒരു ഫുഡ് എനിക്കും അല്ലല്ലേ എല്ലാരും പറയേണ്ട കാര്യങ്ങൾ പറയണം എന്നുള്ളത്. അവള് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. അതെ ഓക്കെ. ഇനി കമ്മിങ് ടു മൈക്ക് ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് ആ മൂവി കണ്ടത്. എനിക്കും ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ഞാൻ OTT വന്നപ്പോഴാണ് ആ സിനിമ ഇരുന്ന് കണ്ടത്. ഭയങ്കര എന്താ പറയാ, അനുവിന്റെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അനു എന്നെ പറയണ പോലെ നമുക്കൊക്കെ ശരിക്കും എല്ലാവർക്കും ഉണ്ടാവും ബോയ്സ് ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം. ശരിക്കും റിയൽ ലൈഫിൽ ഇപ്പോൾ ബോയ് എന്നുള്ളൊരു ഇതിലേക്ക് മാറണം എന്നുള്ള ടൈമിലും കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ടല്ലോ, കുറച്ച് ബാഡ് ബിഹേവിയേഴ്സ്. അങ്ങനെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് ആസ്പെക്ട് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട ഒരു ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത്, ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 5ാം ക്ലാസ്സിലായിരുന്നു. അത് കുട്ടി ഫ്രോക്ക് ഇട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ബസ്സിൽ കയറി അധികം ആളുണ്ടായിരുന്നില്ല. കുറച്ച് 3-4 ആൾക്കാർ അവിടെ ചെന്നിച്ചിതറി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതൊരു പുള്ളി ബാക്കിൽ വന്നിരുന്നു, അങ്ങനെ വിളിച്ച് അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് അറിയുന്നവർ എൻ്റെ ഒരു ചേച്ചിയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്നെയാണോ വിളിക്കുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ലിറ്ററലി നോക്കുന്ന സമയത്ത് യു വാസ് ലിറ്ററലി മാസ്റ്റുർബേറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ബാക്കിൽ നിന്ന്. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ആ പുള്ളി എന്താ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ടച്ച് എന്താ ബാഡ് ടച്ച് എന്താണെന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാർ അതിലൊരു സൂം കണ്ടുപിടിക്കുന്നത് എനിക്ക് അറിയില്ല. അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അത് കണ്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നിന്നു. ഞാനിങ്ങനെ എൻ്റെ അപ്പുറത്തേക്ക് ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ചേച്ചി എഴുന്നേറ്റു. അപ്പം തന്നെ പുള്ളി പോയി. അതെനിക്ക് ഭയങ്കര എനിക്കിപ്പോഴും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നു. അത് അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് അപ്പം ആ ഒരു ഫാമിലി ഉണ്ടായിട്ടെങ്കിൽ ആ വീട്ടിലൊരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള പെൺകുട്ടികളുടെ അവസ്ഥ, അങ്ങനെ എത്ര പെൺകുട്ടികൾ അങ്ങനെ പോയിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോഴും ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും ആ വ്യക്തിയെ പോലുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കുറേ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഈ ബസ്സിലൊക്കെ തന്നെ ഒരുപാട് എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ കയറിയിട്ടുള്ള ഓരോ ഇൻസിഡൻസ് ഒക്കെ. ഓക്കെ. ഇപ്പൊ വലുതായി കഴിഞ്ഞിട്ട് അതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വലുതായി കഴിഞ്ഞിട്ട് ഇല്ല. വലുതായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് കിട്ടും നല്ല അതുണ്ടായി. എന്താ പറയാ, തിരിച്ചറിയാമല്ലോ, അതായത് എന്താണ് അവർ ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്, പറയാനുള്ള ശേഷിയുണ്ട്. ഓക്കെ. ഇപ്പൊ അനുവിന്റെ റീസെന്റ് ഇപ്പൊ എവിടെ പോയാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും എനിക്ക് തോന്നുന്നു അനുവിന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ താഴെ വായിച്ച കുറച്ച് കമന്റ്സ് ആണ്. എനിക്ക് അങ്ങനെ തോന്നിയില്ല, പക്ഷെ ഞാൻ അനുവിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, എന്താ ഈ അനുവിന് ഒരു ഡ്രസ്സിങ്ങിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു. ഞാൻ ശരിക്കും ചോദിക്കാം, അനുവിന് അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ക്യാമറ വരുമ്പോൾ അനു ഇങ്ങനെ നിൽക്കുന്നു, കാരണം അവർ കാണുന്ന ഒരു വിഷ്വൽ എന്ന് വെച്ചാൽ അവിടെ ഞാൻ ഇരിക്കുന്നു, ഒരു ക്യാമറ വെക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ക്യാമറ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം, നമ്മളൊന്നും നമുക്ക് മനസ്സിലാവില്ല. നോട്ട് ബിക്കോസ് ഓഫ് അവർ ഡ്രസ്. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ അല്ല, ഞാൻ എല്ലാ ഡ്രസ്സും കൊണ്ടുന്ന ആളാണ്. എല്ലാത്തിലും എങ്ങനെയാണ് പുറത്തുനിന്നൊരു വ്യക്തി അത് വസ്ത്രം കൊണ്ടാണ് ഞാൻ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നത് പറയാം. മേ ബി എനിക്ക് അവിടെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ എന്റെ മുന്നിൽ മൊത്തം ക്യാമറാസ് ആണ്. ഞാൻ ഇങ്ങോട്ട് തരും മൊത്തം ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഒരു കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതാണ് അത്. ഞാൻ ഒരിക്കലും ഞാൻ ഇടുന്ന വസ്ത്രം തന്നെയല്ല, ഞാൻ ഈ കംഫർട്ടായ വസ്ത്രം മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഞാനിപ്പോൾ പുറത്തു പോകുമ്പോഴായാലും നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ അതിട്ട് പുറത്തെന്തായാലും അതിപ്പം കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ചിലവരിടേണ്ട സിറ്റുവേഷൻ, നമുക്കിപ്പോ ചില വസ്ത്രങ്ങള് they look good but comfortable അല്ല. അപ്പം ചില നമ്മളിപ്പോ ഭയങ്കര വലിയ ഹെവി ഡ്രസ്സൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഇടാറുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഇവന്റ് ഇരിക്കുമ്പോൾ എനിക്കതൊരു കംഫർട്ടായിട്ട് ഇരിക്കണം എന്ന് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയ ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ. ബട്ട് അതൊരിക്കലും എന്റെ ഡ്രസ്സിന്റെ കൊണ്ടല്ല. എനിക്കതൊരു എന്താ പറയുക, അങ്ങനെ ഇരിക്കുന്ന സമയം ഞാൻ കോൺഷ്യസ് ആവുമ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നതാണ്. അല്ല, ഞാനും ഇങ്ങനെ കുറെ കമന്റ്, അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ എഴുതി വെച്ച അല്ല ഞാൻ ഇടുന്ന വസ്ത്രത്തിൽ ഞാൻ കംഫർട്ടബിൾ അല്ല. ഓക്കെ. ഞാനിപ്പോ പ്രണയവിലാസത്തിന്റെ തിയേറ്റർ വിസിറ്റിൽ ആറാട്ടണ്ണം വന്ന് സംസാരിക്കുന്ന ആളെ മനസ്സിലായിരുന്നു അവിടെ വെച്ച്. എന്താ വന്ന് ചോദിച്ച ആള്? ചോദിച്ചിട്ടും അങ്ങനല്ല. പടം പ്രണയവിലാസം നല്ലതാണ്, പടം കണ്ടു. ആള് ഇന്റർവെല്ലിനൊക്കെ വന്ന് പറഞ്ഞു നല്ല പടമാണ്, നല്ല രസമുണ്ട് വന്നേക്കുന്നതാണ്, സെക്കൻഡ് ഹാഫിലാണല്ലേ വരുന്നത്, അങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോയി.